ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ആദാമിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ആദാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വാരിയെല്ല് യഥാസ്ഥാനത്ത് തിരികെ സ്ഥാപിക്കുന്ന കൂദാശയാണ് വിവാഹം. ബോധപൂർവം സമ്മതത്തോടെ ചേർക്കുന്നതാണ്. അതിനാൽ വാരിയെല്ല് എടുത്തു മാറ്റിയ ദൈവം തന്നെ യോജിപ്പിച്ചിട്ട് പറയുന്നു, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ.